ഇത് സിറ്റ് ഔട്ട് ആണ് കേട്ടോ. ഇവിടെ ഒരു സിറ്റ് ഔട്ട് ആണ്. ഇവിടെ ചില സൈഡ് ഒന്നും കെട്ടിയിട്ടില്ല കേട്ടോ. പണിയെടുക്കും. നല്ല വ്യൂ അല്ലേ ഇവിടുന്ന്? എന്നത്തേക്കാ പാല് കാച്ചക്ക തീരുമാനിച്ചില്ല, പഠിച്ചോന്റെ. നമ്മളങ്ങനെ ഉൾഭാഗം എല്ലാം കണ്ട് നമുക്കിനി പുറത്തെ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. പാപ്പ ഇതാണ് ഹാള്. ഇത് ഹാള്, ഇത് സിറ്റ് ഔട്ട്. ഹായ്, ഹലോ, അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അബ്ദുള്ള വണ്ടി കിടന്ന് ഉറങ്ങുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു എൻ്റെ ബ്രദറിൻ്റെ വീടൊന്ന് കാണിക്കാമോന്ന്. അപ്പം ഞാൻ നാട്ടിലായതുകൊണ്ട് നല്ല തിരക്കാണ്. പിന്നെ വീഡിയോ എടുക്കാനൊന്നും കൂടുതൽ സമയമില്ല കേട്ടോ. എന്നും ഓരോരുത്തരത്ത് ഇങ്ങനെ കറങ്ങാൻ പോലും മറ്റു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് അങ്ങനെ വന്നതുമില്ല, വീഡിയോ എടുത്തതുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും എനിക്കിനിയിപ്പോൾ നാട്ടിൽ പോകാനാണെങ്കിൽ തിരിച്ച് ബഹ്റൈനിൽ പോകാൻ ഒന്നര ആഴ്ചയും കൂടെ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ കരുതി എന്തായാലും ഇവിടെ വന്നിട്ടൊന്ന് വീഡിയോ എടുക്കണം, നിങ്ങളെല്ലാവരെയും കാണിക്കണം. മടി പിടിച്ച് ഇങ്ങോട്ട് വന്നില്ല കേട്ടോ. അപ്പം ഇന്ന് എന്തായാലും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആങ്ങളുടെ വീടൊക്കെ ഒന്ന് കാണാം. ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ച് ദൂരമുണ്ട്. അപ്പം നമ്മളങ്ങോട്ട് വന്നിരിക്കുവാണ്. അവരെല്ലാം അകത്തോട്ട് കയറി ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുവാണ്. നിങ്ങൾക്ക് ഇൻട്രോ പറയാൻ വേണ്ടി കയറിയാണ്. അബ്ദുള്ള ബാ വാപ്പ കൂട്ടായി മേടിച്ച് തരാത്തതിൻ്റെ പിഴം കിടക്കുക. വിളിക്കാം. അപ്പം നമുക്ക് കാണണ്ടേ. ഇതേ കണ്ടോ, ഇതാണ് ഇപ്പം ആങ്ങളയ്ക്ക് പിന്നെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട് കേട്ടോ. ആണ് ഇതാ. ഇതിപ്പം വാർപ്പ് കഴിഞ്ഞിട്ട് കെട്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ കണ്ടില്ല. അകത്തോട്ട് കയറി നമുക്ക് നോക്കാം. ബാ അബ്ദുള്ളതാ അങ്ങനെ അകത്തോട്ട് കയറുവാണ്. കണ്ടോ വാപ്പ ഇത് ഹാളില്ലേ? വാപ്പ ഇതാണ് ഹാള്. ഇത് ഹാള്, ഇത് സിറ്റ് ഔട്ട്. ഇനി അടുത്ത് കാണിരുമ്പോ ഇത് ഡൈനിങ് ടേബിള് ഇല്ലേ? എവിടെ അടുക്കള? ഇതാണ് കിച്ചൺ കേട്ടോ. ഓ, ഈ സ്ലാമിനൊക്കെ ഭയങ്കര പൊക്കമുണ്ടല്ല. ഇത് ഉമ്മ പ്രത്യേകം പറഞ്ഞാ. അബ്ദുള്ള ഇനി അടുത്ത എന്തുവാ? ഏതാ ബെഡ്റൂം? ഉമ്മ മാറി എടുക്കട്ടെ. ഇതാണ് നിങ്ങളെ ബെഡ്റൂം? ഓ, ഞങ്ങളുടെ മുകളിലാ. ഇനി അടുത്തത് ഏതാ? ഇതൊരു ബെഡ്റൂം അല്ലേ? ഇതൊരു ബെഡ്റൂം അല്ലേ? താഴെ 2 ബെഡ്റൂം ഇല്ലേ? ഇത് ബാത്റൂം. ഇത് ബാത്റൂം. താഴത്തെ എല്ലാം കഴിഞ്ഞ്. വാപ്പ ഇവിടെ എന്തുവാ? ഇത് വാഷ് ബേസിനാ? ഇത് ബേസൻ കൈ കഴുകുന്നത് കേട്ടോ. ഓക്കെ, മേലോട്ട് പോ. മുകളിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മള് മുകളിൽ എത്തിയിരിക്കുവാണ് കേട്ടോ. ശരി, ഇതെന്താപ്പാ? ഇത് മുകളിലത്തെ ഹാളാണ് കേട്ടോ. പൂസാണ് ഇത് മുകളിലത്തെ ഹാള്. ഇതെന്താ ഇങ്ങനെ കെട്ടിയേക്കുന്നത്? ഇവിടെ ഒരു ജനല് വരും. പിന്നെ ഇവിടെ എന്തുവാ? ഇത് അതുള്ളൊക്കെ തേങ്ങ ഇടാനും കൊച്ചു തെങ്ങ്. പിന്നെ അടുത്തെന്താ? ഞങ്ങളുടെ ബെഡ്റൂം. ഇത് നമ്മുടെ റൂം കേട്ടാ. നമ്മളിനി ഇങ്ങോട്ടാ. ഇവിടെ ഒരു ബാത്റൂം കേട്ടോ. കറക്റ്റ് ആയി. അവൻ അത് മതിയെന്ന് പറഞ്ഞേ. ഇവിടെ ഒരു ബാത്റൂം. ഇവിടെ ഒരു സിറ്റൗട്ട് പോലാണ് കേട്ടോ. പിന്നെ വാ നമുക്ക് അകത്തോട്ട് പോവാം. ഇതെന്താപ്പാ? ആദർശാന്റെ റൂം. ഇതാണ് ആദർശാന്റെ റൂം. അപ്പൂസ ഇവിടെ കേട്ടോ. നിനക്ക് ഏത് റൂമാ വേണ്ട? ഇതാണോ മറ്റേതാണോ? മറ്റേത്. നമുക്ക് സിറ്റ് ഔട്ട് കാണിച്ചു തരാവേ. ഇത് സിറ്റ് ഔട്ട് ആണ് കേട്ടോ. ഇവിടെ ഒരു സിറ്റ് ഔട്ട് ആണ്. ഇവിടെ ചില സൈഡ് ഒന്നും കെട്ടിയിട്ടില്ല കേട്ടോ. പണിയെടുക്കും. നല്ല വ്യൂ അല്ലേ ഇവിടുന്ന്? അപ്പൂസിന് മുകളത്തെ റൂം വേണ്ട. നല്ല വ്യൂ ഇവിടെ. നമ്മളങ്ങനെ ഉൾഭാഗം എല്ലാം കണ്ട് നമുക്കിനി പുറത്തെ
കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അതെ, ഇവിടെ നിന്ന് അങ്ങോട്ട് 8 സെൻറ്റ് വസ്തുവാണ് കേട്ടോ. പിന്നെ 1990 സ്ക്വയർ ഫീറ്റാണ് കണ്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് സ്ഥലമില്ല, ഫ്രണ്ട് ഇത്രയുണ്ട് കേട്ടോ. ഇനി ബാക്ക് ഞാൻ കാണിച്ചു തരാം. അബ്ദുള്ള വീട്ടിൽ പോണ്ടേ? ഇതാണ്ട, ഇതാണ് ബാക്ക് സൈഡ് കേട്ടോ. ഇത്രയും സ്ഥലമേ ഉള്ളൂ ബാക്കിൽ. അവിടെ കിണർ കേട്ടോ. പോച്ച പിടിച്ച് വയ്ക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനൊക്കെ പേടിയാ, വല്ല എഴുജന്തുക്കളുണ്ടെങ്കിലേ. അപ്പം കണ്ടല്ലോ, എൻ്റെ ആങ്ങളയുടെ സ്വപ്നമാണ്. ഇൻഷാ അല്ലാ അടുത്ത വർഷം ഞങ്ങളിനി ലീവിന് വരുമ്പോൾ വീട് പണിയൊക്കെ റെഡി ആവുമെന്ന് കരുതുന്നു. ഇല്ലേ അമ്മ? ഇവിടെ വീട് പണി പാലുകാച്ചൊക്കെ കാണുമോ? നോക്കി ഇങ്ങോട്ട്, വീടിന്റെ പാലുകാച്ചൊക്കെ കാണുമോ? എല്ലാവരെയും വിളിക്കുവോ? യോ എന്ത് ശാന്ത സുന്ദരി വായോ. വീഡിയോ ഓണാക്കിയ മോളൂസേ വീഡിയോ ഓണാക്കിയ പിന്നെ മിണ്ടൂല കേട്ടോ. എല്ലാരും വീടൊക്കെ കാണാൻ കണ്ടോ? എല്ലാരും വീടൊക്കെ കണ്ടോ കേട്ടോ. അപ്പം എല്ലാരും കണ്ടല്ലോ. വാപ്പാ എന്നത്തേക്കാ പാല് കാച്ചക്ക? തീരുമാനിച്ചില്ല, പഠിച്ചോന്റെ എല്ലാരെയും വിളിക്കുവോ? എല്ലാവർക്കും ചാരം കൊടുക്കണം, അത്രയുണ്ട്. എല്ലാരെയും വിളിച്ച് ആഹാരമൊക്കെ കൊടുക്കണം കേട്ടോ. ഞങ്ങൾ അടുത്തവണ വരുമ്പോഴത്തേന് വീട് പണിയൊക്കെ കഴിയുമോ? ഓ തീരാൻ പടാ, ഘട്ടം കേട്ടോ. കടം മേടിച്ചാ കിടന്നുറങ്ങാനൊക്കെ. ഇതിന്റെ പണി തീർത്തിട്ട് വേണം അതിനകത്ത് നമുക്ക് കൊടുത്ത് കായ് മേടിക്കാൻ. അത് വിൽക്കണം. അപ്പം വീട് പണി നടക്കുന്നോണ്ടായിരുന്നു ആങ്ങളെ വരാഞ്ഞത് കേട്ടോ. അപ്പം എല്ലാരും കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായല്ലോ. എല്ലാരും ചോദിച്ചു ആങ്ങളയുടെ വീടൊന്ന് കാണണം, കാണിച്ചു കൊടുക്കുമെന്നൊക്കെ കേട്ടോ. അതാ നമ്മള് കാണിക്കാൻ വന്നത്. നമുക്ക് പോവാം വീട്ടില്. ഓക്കെ, വാ.